ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫണ്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. തന്ത്രം, മറ്റേ മഞ്ഞുമൽ ബോയ്സിൻ്റെ സിനിമയ്ക്കകത്തുള്ള ആ മറ്റേ പാട്ടിൻ്റെ തുടക്കമല്ല ഇടയ്ക്കുള്ള ഭാഗം നമുക്കെന്നാ വീഡിയോയിലേക്ക് വന്നേക്കാം. ഇതുകൊണ്ടൊക്കെ ആയിട്ടാണോ ഏത് കൊലപാതകമാണ് വാട്സപ്പാണ് ഈ തോക്കിൽ നിന്ന് നീ വെടിയേറ്റി കിടക്കുമ്പോൾ ആ ചോരനെ ജ്യൂസായി കുടിച്ചോളാം. അവസാന ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. സീരിയലിലെ ക്ലൈമാക്സ് വേണ്ട വേണ്ട, കളി കില്ലറിനോട് വേണ്ട. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റും. അതിന് ഞാൻ എന്താണ് ചെയ്യാനുള്ളത് പറയൂ. ഞാൻ മരിച്ചു പോയി അടുപ്പത്ത് കിടന്ന് വേവുന്ന മീൻകറി മാറ്റി വേറെ ആരും പറയൂ. കില്ലർ ചേട്ടാ പറയൂ. സ്റ്റോർ റൂമിൽ നിങ്ങൾ പച്ച വെച്ചിരിക്കുന്ന ടൈഗർ ബിസ്ക്കറ്റും ചിപ്സും മിക്സറും എനിക്ക് തരണം. ദാറ്റ്സ് മൈ ഓഫർ. ടൈഗർ ബിസ്ക്കറ്റ് ഞാൻ നിങ്ങളെ ചിത്തോ മുത്തൊന്നുമല്ല. ഐ എം സീരിയൽ കില്ലർ. ഉണ്ടാകുന്നെങ്കിൽ ഇപ്പൊ പൊട്ടിക്കുന്നേ. നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ ഇതിൽ ഉള്ളയിടാൻ മറന്നുപോയി. നാളെ ആവട്ടെ നിങ്ങളെ ഞാൻ കൊന്നിരിക്കും. ഞാനങ്ങ് പേടിച്ചുപോയി. ഞാനങ്ങനെ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പാടി നിർത്തിയാ. അയ്യോ, സാധനം മാറ്റാൻ സഞ്ചി എടുക്കാൻ പറഞ്ഞു. ആ കടയിൽ നിന്ന് വാങ്ങിക്കാം. അയ്യോ, പൈസ എടുത്തില്ലല്ല. ഗൂഗിൾ പേ ചെയ്യാൻ ഫോൺ എടുത്തില്ലല്ല. കടയിൽ പോയി പറ്റു പറയാം. അവൾ എന്തൊരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു. അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ എങ്ങോട്ട് കളി പിടിച്ചോണ്ട് പോണ്. തിരിച്ചു പോവാ. അല്ലെങ്കിൽ വേണ്ട, ഇതുവരെ വന്നതല്ലേ, ജംഗ്ഷനിലോട്ട് പോയിട്ട് വരാം. ഇത് നമ്മുടെ സഹദേവനല്ലേ? സഹദേവ. അല്ല സഹദേവ, നീ ഇത്ര നാൾ എവിടെ ഇരുന്ന് കാണാനില്ലായിരുന്നല്ലേ നിന്നെ? അതൊന്നും പറയണ്ട. ഞാൻ ഒരു സുനാമിയിൽ പെട്ടുപോയി. സുനാമിയാ? അതേ രഘുവണ്ണ, സംശയ രോഗം എന്ന മഹാ സുനാമിയിലായിരുന്നു ഞാൻ. ഇത്രക്കാലം ഞാൻ കുതിരവട്ടത്തായിരുന്നു. എനിക്ക് നാട്ടുകാരെ സംശയം, വീട്ടുകാരെ സംശയം, എന്തിനേറെ പറയുന്നു. എനിക്ക് എന്നെ തന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഉള്ളത് പറയാല്ലേ, ഞാൻ പുതിയ മനുഷ്യനായി. സംശയം എന്ന വ്യാധിയിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മുക്തനായി. നല്ലത് നല്ലത്. എനിക്കിപ്പോ നാട്ടുകാരെ സംശയമില്ല, മക്കളെ സംശയമില്ല, ഭാര്യയെ സംശയമില്ല. എന്റെ ഭാര്യ വിളിക്കുന്നു. ഒരു മിനിറ്റ്. പറമോളൂ. ഞാൻ ഇവിടെ വീട്ടിലെത്താറായി. മക്കളെവിടാ? അവരപ്പുറത്ത് രമേശിന്റെ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി. രമേശിന്റെ പറമ്പില്ല? അതെന്ത് നമ്മളെ പറമ്പിൽ സ്ഥലമില്ലേ കളിക്കാൻ? അതൊക്കെ പോട്ടെ. മോളിപ്പോ എന്ത് ചെയ്യണം? അതെന്ത് ഒറ്റയ്ക്കിരിക്കണം? രമേശൻ വന്നില്ലേ ഷൂട്ടിന്? എനിക്കെല്ലാം മനസ്സിലായടി. ഞാൻ അങ്ങോട്ട് വരട്ടെ. നിന്റെ ഏകാന്തവാസം ഞാൻ ഇന്നത്തോടെ നിർത്തിട്ടെ. അണ്ണാ, ഞാൻ നേരത്തെ പറഞ്ഞല്ല. മാറ്റണം. നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നായിന്റെ മക്കളെ ഞാൻ വിശ്വസിക്കില്ല. എല്ലാവരും ചതിക്കും. എല്ലാവരും സംശയിക്കണം. ഇനി എനിക്കൊരു തിരിച്ചു പോക്കുണ്ടെങ്കിൽ അത് കുതിരവട്ടത്തോടായിരിക്കും. എല്ലാവരും തീർത്തിട്ട് നേരെ സെൻട്രൽ ജയിലിലോട്ട്. അണ്ണാ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ വീട്ടിലോട്ടൊക്കെ ഇറങ്ങാത്തത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു വീട്ടില്.
അതെന്തിനു? മോ പരീക്ഷ ജയിച്ചോണ്ടേ ലഡു കൊടുക്കാൻ പോയ. എന്നിട്ട് ലഡു പൊട്ടിയ. സെൻട്രൽ ജയിൽ കൺഫേംഡ്. ആരെയൊക്കെ തീർക്കേണ്ടി വരുമോ എന്തോ. ഇല്ലാത്ത വീഡിയോ കാര്യം നടത്താന്ന്. ആരാ മക്കളെ അത്? ഫ്രണ്ടച്ചാ, ഫ്രണ്ടാ. എല്ലാവരും സംശയിക്കണം, സംശയിക്കണം. സഹദേവൻ പറഞ്ഞത് ശരി തന്നെന്നാണ് തോന്നണം. ഏതാ പെണ്ണിനടുത്ത് നിന്ന് ചൊല്ലേണവൻ. എവനെ സംശയിക്കണം. ഹലോ, അച്ഛൻ പ്രിൻസിപ്പലിന്റെ മൂട്ടി തന്നെ കമ്മിറ്റി പൊട്ടിക്കാൻ ഞാനുണ്ട് കൂടാ. ഇവരൊക്കെ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവരൊക്കെ സമ്മതിക്കണം. അപ്പുറത്ത് ശശിയേട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നായിരുന്നു. അത് വെച്ച മണമാണ്. എല്ലാവരും സംശയിക്കണം, സംശയിക്കണം. അവൻ ഇത്രയും നാളെ നമുക്ക് മീൻ മാറ്റി തരേണ്ടായിരുന്നില്ല. ഇന്നെന്തൊരു പുതുമ. അയ്യോ, ഇത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് മനുഷ്യരുടെ കുത്തി നടത്താനും ഒരു സംശയം കണക്കെ. സംശയിച്ചല്ലേ പറ്റൂ. ഈ ലോകം ഇങ്ങനായി പോയില്ലേ. അവിടെ ചക്കപ്പുഴ കൊണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കും. ഇതെവിടെ നീ ചക്കപ്പുഴുക്ക്? അക്കയുടെ ദോശിച്ചേട്ടൻ കൊണ്ടുവന്നത്. അങ്ങനെ പറമ്പിലെ നിറയെ ചക്ക കാച്ചത്. അങ്ങനെ കൊണ്ടുവന്നു നമുക്കൂടെ. അവന്റെ പറമ്പിലേക്ക് അതിന്റെ നമ്മുടെ പറമ്പിലേക്ക് കാച്ചാലും അതിന് നമ്മളെ കയ്യിൽ ചക്ക കഴിക്കാൻ ലാവില്ലെങ്കിൽ അത് നമ്മുടെ പറമ്പിൽ നിനക്ക് രണ്ട് തൈ വെച്ച മനുഷ്യന് മെനക്കെടുത്താനായിട്ട് ഞാനടുത്ത് കഴുകി. വേണമെങ്കിൽ വേണമെങ്കിൽ ഓ ഹൃദയമുരളി യാമിനിതൻ എന്തൊരു കേട്ട്? മൃദുല ആരാടാ? മൃദുലയാ? ഓ, അതൊക്കെ ഞാൻ പാട്ട് പാടിയത്. പതിവില്ലാതെന്താ ഈ സമയത്ത് കക്കൂസി പോണതിന് സമയം കാലൊക്കെ ഉണ്ടാ ഉണ്ട് എങ്കിൽ നാളെ മുതലേ നിങ്ങൾ ഒരു ടൈം ടേബിൾ എഴുതിത്തരും. ഞാൻ അതനുസരിച്ച് പോവാം. എന്തൊരു പറയാൻ തുളസിയാന്ന് അവരെയാ. എനിക്കെന്നൊന്നും അറിഞ്ഞൂടാ. കഴിച്ച് മുട്ടി പോയി. അപ്പൊ നിനക്ക് എന്റെ ജലജയോടല്ല നോട്ടം, എന്റെ പിൻഗാമിനോടാണല്ലേ. അവർക്ക് വിഷം ചേർത്ത ആഹാരം നൽകി അവരെ ഉന്മൂലനം ചെയ്യാനില്ലേ നിന്റെ പ്ലാൻ? നടക്കില്ലടാ തുളസി. നിന്റെ തുളസി കതിരെല്ലാം നുള്ളിപ്പിച്ച് ചെവി കളയോടാ ഞാൻ. ഉള്ളിയെടുത്ത് അച്ഛൻ മുട്ടായി മോനെ. എന്താടാ പതിവില്ലാതെ നീ മുട്ടായിക്ക് തരണ? മുട്ടായി കിട്ടിയപ്പം തന്നത്. ഇത് എവിടെ നിന്ന്? അത് ഞാൻ കടയിൽ പാല് വാങ്ങിക്കാൻ പോയപ്പോഴേ ചില്ലറ ഇല്ലാത്തപ്പോൾ ദിനേശ് നമ്മ 2 മുട്ടായാണ്. അതാണ് ഈ മുട്ടായി. ദിനേശിനൊരു മോളുണ്ടല്ലേ, ലതിക? അതെ. എന്ന് ഒളിച്ചൂരും 2 പേരും കൂടി തീരുമാനിച്ചില്ല. എന്താ വെച്ചാ നിങ്ങൾ പറയണത്? അതൊരു 8 പൊട്ടും തിരിയാത്ത കൊച്ചു പെണ്ണാണ്. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. സേവ് ദ ഡേറ്റ് എന്നെ കൂടെ അറിയിക്കണടാ മോനെ. നിന്റെ ഡെത്ത് ഡേറ്റ് എനിക്കൊന്ന് കുറിക്കാനാ. വൈറ്റ് ഹാർട്ട്. നിങ്ങളെന്താ ചിങ്ങയാണ് മായ വയ്ക്കണം?
എന്റെ ആ വിശാഖപട്ടണത്തിലെ ജോലി തെറിപ്പിച്ചത് വേറെ ആരും ഉണ്ടടി, ആ ജെയിംസ് തന്നെ. ജെയിംസാ, അതിനങ്ങനെ നിങ്ങൾ ജോലി കാണാൻ മുമ്പ് മരിച്ചു പോയില്ലേ? എന്നെ പൂട്ടാവെല്ലാം ഒരുക്കി വെച്ചിട്ട് തന്നെ അങ്ങ് പോയ. ഇതിനെല്ലാം ഒത്താശ ചെയ്തത് ആരെന്നറിയാമോ? ആര്? തുളസീധരൻ, എന്റെയൊക്കെ ചക്കപ്പുഴുക്ക് തുളസി. നിങ്ങൾ ആ പാവം മനുഷ്യനെ പറയാതിരിക്കും. വേണ്ടാതിനൊന്നും പറയല്ലേ. അവനെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തല്ല? അതല്ല, നമ്മൾ ആൾക്കാരനല്ലേ, അതുകൊണ്ട്. അയൽക്കാരൻ പോലും അവന്റെ ചക്കപ്പുഴും കയറ്റി ഒരുത്തന്നെ കക്കൂസിന് വെളിയിറങ്ങാതിരിക്കുന്നു. അവനെ ഒരു സാധനം പോലും വീട്ടിലോട്ട് കയറ്റിപ്പോകരുത്. അവനെ ഭക്ഷണം കലക്കി തരും. എന്റെ ജീവൻ തുലച്ചത് അവൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കിട്ടി കോവാല നിയന്ത്ര ഈ സമയത്ത് ഞാൻ രഘുചേട്ടന് പൈന്റ് കൊണ്ടുവന്നത്. എന്നെ കുടിപ്പിച്ച് കിടത്തില്ലേടാ കോവാലി. അതൊക്കെ ഞാൻ കിടക്കും അല്ലേ ചേച്ചി? അതെ അതെ. പോയി അച്ഛനെന്തമ്മ ഒരുപാട് സംശയം നടക്ക്. നിന്റെ അടുത്ത് അങ്ങനെയല്ലേ? ഞാൻ വിചാരിച്ച ഇവിടുത്തെ മാത്രമായിരിക്കുമെന്ന്. അപ്പൊ നമ്മുടെ കല്യാണത്തിനല്ലേ നിന്റെ അടുത്ത്? എങ്കിൽ നമുക്ക് ആ സംശയങ്ങൾ തീർത്തു കൊടുത്താല? എങ്ങനെ? വഴിയുണ്ട്. നമ്മുടെ കാര്യം അച്ഛൻ അറിഞ്ഞെന്നാണ് തോന്നുന്നത്. അച്ഛന് നല്ല സംശയമുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. രജിസ്റ്റർ മാരേജ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് നടത്തിയിരിക്കും. നടത്തട നടത്ത്. ഞാൻ സംശയിച്ച കണക്ക് തന്നെ. മൂത്തവൻ പിടിച്ച് പൈസയാ. അച്ഛന്റെ പേരുള്ള ഈ വീടും സ്വത്തും അച്ഛന്റെ കള്ളവും കൂട്ടി ഞാൻ പൊട്ടും. അച്ഛൻ അറിഞ്ഞാലേ അച്ഛനങ്ങ് തട്ടുന്നേ. ജനിപ്പിച്ച തന്തയെ പഠിക്കാൻ നോക്കുന്നോടാ നാറി. ഓ എന്നാ ശരി, ഞാൻ വിളിക്കാമേ. ഈ വിവരം ചെറിയ പെട്ടെന്ന് തന്നെ അറിയിക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും. പ്ലാൻ സക്സസ്. ഹലോ തുളസിയേട്ടാ. നിങ്ങളെ കൊണ്ടുവന്ന ചക്കപ്പുഴുക്കിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന്റെ രുചിയാണ്. ബാക്കിയുള്ള ഒരു വെള്ളക്കത്തിന്റെ രുചി അറിഞ്ഞപ്പോ സ്നേഹത്തിന്റെ രുചി. പിന്നെ ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും കൊണ്ടുവരണം. ചക്കപ്പുഴുക്ക്, ചക്കത്തോരൻ, ചക്കാവിയല്, അങ്ങനെ അങ്ങനെയാണ്. എവരെന്തൊരു ചക്കയുടെ ഹോൾസെയിൽ ബിസിനസ് ഉണ്ടാകും. നമ്മുടെ ഈ ബന്ധം കാരണവശാലും രഘുചേട്ടൻ അറിയില്ലേ? അങ്ങനെ രാക്ഷസി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരു കണാപ്പനാണ്. നാളെ നേരത്തെ വരെ ചക്കക്കേഞ്ഞ് കാത്തിരിക്കും. കാത്തിരുന്ന് പുഴ കവിഞ്ഞ് കരവഴി. ഉമ്മയാ ഇപ്പോഴാ കൊടുക്കല് 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 കൊടുത്ത് കൊടുത്തതാ. എനിക്ക് ദൈവത്തെ എനിക്കെന്ത് ഈ വിധി. നമ്മുടെ പ്ലാനിന് ഒരു മാറ്റമില്ല. അടുത്തത് അച്ഛൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ അച്ഛന്റെ 2 വൃക്കകൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഒരു വൃക്കെങ്കിൽ ബാക്കി വെച്ചിട്ട് പൊക്കൂടാ നിനക്ക്. എന്ത് വൃക്കകൾ എടുക്കുന്ന കാര്യം അച്ഛൻ അറിഞ്ഞാലോ? കിഡ്നി സ്റ്റോൺ മാറ്റാൻ കീബോർഡ് സർജറി ചെയ്തെന്ന് പറയാനാ. ഞാൻ വിശ്വസിച്ചു. അപ്പോ ഓപ്പറേഷന് ശേഷം കാണാം. ഓപ്പറേഷൻ എന്റെ കിഡ്നി എടുക്കുന്ന സമ്മതിക്കുള്ള പട്ടി പോ അവിടെ. അമ്മ പ്ലാൻ വീണ്ടും സക്സസ്.
പെട്ടിയും കവറും വീട് വിടണം. അയ്യോ കരിയിലെക്കാട്ടിൽ എങ്ങോട്ടാ പോണ്? ഞാൻ പോണു. അപ്പൊ ഞാൻ എന്റെ തുളസിച്ചേട്ടന്റെ കൂടെ പോട്ടെ? പൊയ്ക്കോ. അച്ഛാ വീടിന്റെ ആധാരം കൂടി എഴുതി തന്നൂടെ? എന്നിട്ട് ഇവിടെ വേണം പൊയ്ക്കോ. തരുണ്ടാ. അച്ഛൻ ഇന്ന് രാത്രി എവിടെയും പോട്ടെ, നാളെ രാവിലെ പോയാ മതി. എന്റെ രണ്ട് വൃത്തികൾ എടുക്കാനില്ല നിനക്ക്. അയ്യോ എല്ലാം കൂടി ഇരുന്ന് ചിരിക്കണം. ചിരിച്ചോ ചിരിച്ചോ. എടോ മനുഷ്യ, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതല്ലേ? അച്ഛനല്ലാതെ വേറെ ആരെങ്കിലും ഇത് വിശ്വസിക്കൂ? അപ്പൊ പറ്റിച്ചതാണല്ലേ? ഇപ്പൊ അച്ഛന്റെ സംശയമൊന്നും മാറിയല്ല. മാറിയടാ മാറി. എങ്കിൽ പിന്നെ കാര്യം ഒന്നുകൂടി, ഞാൻ കുടിക്കാൻ കട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ദാ വരണു. അപ്പൊ ഇപ്പോഴാണ് ഒരു സമാധാനമായ. എന്തോ പാല് കാട്ടി വെച്ചാൽ അയ്യോ ഇത് ജലജന പോണല്ലേ. ജലജൻ നിന്നെ ആരാ വിളിക്കണേ? എല്ലാവരും സംശയിക്കണം, സംശയിക്കണം. തുളസീധരൻ തുളസീധരൻ.